വർഷം 1970. നോർവേയിലെ ബെർഗൻ നഗരത്തിന് സമീപമുള്ള ഇസ്ഡാലൻ വാലി, ഡെത്ത് വാലി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് ഒരു കുടുംബം നടക്കുന്നതിനിടെയാണ് കത്തിക്കരിഞ്ഞ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. പക്ഷേ അവളുടെ പക്കൽ ഒരു തിരിച്ചറിയൽ കാർഡ് പോലും ഉണ്ടായിരുന്നില്ല. പേരില്ല, പാസ്പോർട്ടില്ല, പണപ്പെട്ടിയില്ല. പിന്നീട് നടന്ന അന്വേഷണത്തിൽ നിരവധി വ്യാജ പേരുകൾ, രഹസ്യ കോഡുകൾ, വിഗുകൾ, ലേബലുകൾ, മുറിച്ചു മാറ്റിയ വസ്ത്രങ്ങൾ എല്ലാം കണ്ടെത്തി. 50 വർഷത്തിലേറെയായി ലോകം ചോദിക്കുന്ന ഒരേയൊരു ചോദ്യം, ആ സ്ത്രീ യഥാർത്ഥത്തിൽ ആരായിരുന്നു? ഇതാണ് ദി ഇസ്ഡൽ വുമൺ മിസ്റ്ററി. 1970 നവംബർ 29 ബെർഗൻ നഗരത്തിന് സമീപമുള്ള ഇസ്ഡാലൻ വാലി. ഒരു അച്ഛനും 2 പെൺമക്കളും മലനിരകളിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് കത്തിക്കരിഞ്ഞ ഒരു സ്ത്രീയുടെ മൃതദേഹം അവർ കണ്ടത്. പോലീസ് ഉടനെ സ്ഥലത്തെത്തി. ആദ്യ നോട്ടത്തിൽ അപകടമല്ലെന്ന് വ്യക്തമായി. മൃതദേഹത്തിനരികിൽ കത്തിയ പ്ലാസ്റ്റിക് കുപ്പികൾ, ഭാഗികമായി കത്തിയ വസ്ത്രങ്ങൾ, ഒരു കുട, ചില വ്യക്തിപരമായ സാധനങ്ങൾ. പക്ഷേ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. മൃതദേഹത്തിൽ ആഭരണങ്ങളും ഉണ്ടായിരുന്നില്ല. വിരലടയാളങ്ങൾ എടുത്തു, എന്നാൽ ഒരാളുമായി പൊരുത്തപ്പെട്ടില്ല. അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ ബെർഗൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 സ്യൂട്ട് കേസുകൾ കണ്ടെത്തി. അവ തുറന്നപ്പോൾ അന്വേഷകർ ഞെട്ടി. അകത്ത് നിരവധി വിഗുകൾ, വ്യത്യസ്ത കണ്ണടകൾ, വ്യാജ പേരിലുള്ള കുറിപ്പുകൾ, കോഡുകൾ എഴുതിയ ഒരു നോട്ട്ബുക്ക്, മാപ്പുകൾ, പല രാജ്യങ്ങളിലെ നാണയങ്ങൾ. എല്ലാ വസ്ത്രങ്ങളുടെയും ലേബലുകൾ മുറിച്ചു മാറ്റിയ നിലയിൽ. ആ സ്ത്രീ സ്വന്തം പേഴ്സണാലിറ്റി മറയ്ക്കാൻ ശ്രമിച്ചിരുന്നത് പോലെ തോന്നി. അന്വേഷണത്തിൽ ആ സ്ത്രീ യൂറോപ്പിലെ പല രാജ്യങ്ങളിലുമായി യാത്ര ചെയ്തതായി കണ്ടെത്തി. പക്ഷേ ഓരോ ഹോട്ടലിലും ഓരോ തവണയും വ്യത്യസ്ത പേര്, വ്യത്യസ്ത തൊഴിൽ, വ്യത്യസ്ത വിലാസം. പോലീസിന് അവളുടെ യഥാർത്ഥ പേര് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ കണ്ടെത്തലുകൾക്ക് ശേഷം ഒരു ചെറിയ സംശയം ഉയർന്നു. അവൾ ഒരു സ്പൈ ആയിരുന്നോ? അത് കോൾഡ് വാർ കാലഘട്ടമായിരുന്നു. യൂറോപ്പിൽ രഹസ്യാന്വേഷണ ഏജൻസികൾ സജീവമായിരുന്ന കാലം. വ്യാജ തിരിച്ചറിയൽ രേഖകൾ, രഹസ്യയാത്രകൾ, കോഡ് നോട്ടുകൾ, ഇതെല്ലാം സ്പൈ ഓപ്പറേഷനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ അതിന് വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം DNA പരിശോധന നടന്നു. ഐസോടോപ്പ് അനലൈസിസ് ഉപയോഗിച്ച് അവൾ വളർന്ന പ്രദേശം കണ്ടെത്താൻ ശ്രമിച്ചു. മുഖം പുനർനിർമ്മിക്കാൻ ഫേഷ്യൽ റീകൺസ്ട്രക്ഷൻ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചു. BBC ഉൾപ്പെടെ നിരവധി അന്വേഷണ മാധ്യമങ്ങളും കേസ് വീണ്ടും പരിശോധിച്ചു. പക്ഷേ ഇന്നും അവളുടെ യഥാർത്ഥ പേര് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ സ്ത്രീ ആരായിരുന്നു? എന്തിനാണ് ഇത്രയധികം വ്യാജ പേരുകൾ ഉപയോഗിച്ചത്? എന്തുകൊണ്ടാണ് എല്ലാ വസ്ത്രങ്ങളിലെയും ലേബലുകൾ മുറിച്ചു മാറ്റിയത്? എന്തുകൊണ്ടാണ് അവളുടെ മരണത്തെ ചുറ്റിപ്പറ്റിയ തെളിവുകൾ ഇന്നും ദുരൂഹമായി തുടരുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഇന്നുവരെ വ്യക്തമായ തെളിവില്ല. ഒരു തിരിച്ചറിയപ്പെടാത്ത സ്ത്രീ, നിരവധി വ്യാജ പേരുകൾ, രഹസ്യ കോഡുകൾ, കോൾഡ് വാർ കാലത്തെ ചാരസിദ്ധാന്തങ്ങൾ, 50 വർഷത്തിലേറെ പഴക്കമുള്ള അന്വേഷണം. എന്നിട്ടും ഇസ്ഡാൽ വുമൺ ഇന്നും ലോകത്തിലെ ഏറ്റവും ദുരൂഹമായ കോൾഡ് കേസുകളിലൊന്നാണ്. അവൾ ശരിക്കും ഒരു സ്പൈ ആയിരുന്നോ? അല്ലെങ്കിൽ പുറത്തു വരാത്ത മറ്റൊരു രഹസ്യത്തിൻ്റെ ഇരയായിരുന്നോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നാളെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.